നാട്ടുവിശേഷങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഉത്തമ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സിന്ദൂരം മാരേജ് ബ്യൂറോ, അയ്യപ്പുരം, പാലക്കാട് 3 സേവനത്തിൻ്റെ 27ാം വർഷം. ഈ ചാനൽ ആദ്യം മുതൽ അവസാനം വരെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. 40 കൊല്ലമായി ഞാനിവിടെ നിൽക്കാൻ തുടങ്ങി സ്റ്റാൻഡിൽ. 40 കൊല്ലമായിട്ട് ഈ സ്റ്റാൻഡിൽ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ മരം വീണതൊക്കെ ആകുമ്പോൾ വണ്ടി നിർത്താനൊക്കെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഈ മരം വീണ സമയത്ത് ഞങ്ങളിവിടെ ഇല്ലാത്ത 9 മണിക്ക് മരം വീണു. ഞങ്ങൾ 10 മണിക്കാണ് ഇവിടെ വണ്ടി സ്റ്റാൻഡിൽ നിൽക്കുന്നത്. ആ സമയത്ത് വീണതാണെങ്കിൽ ഇവിടെ കുറച്ച് ആൾക്കാരെ പോയില്ലോ. അതെ, അത് 9 മണിക്ക് പോകണം. ഞങ്ങൾ 10 മണിക്കാണ് ഇവിടെ സ്റ്റാൻഡിൽ എല്ലാവരും എത്തുന്നത്. സ്റ്റാൻഡിൽ എല്ലാവരും എത്തുക 10 മണിക്കാണ്. ഇത് 9 മണിക്ക് വീണ കാരണം ഞങ്ങൾ കുറച്ച് വണ്ടിക്കാരൊക്കെ രക്ഷപ്പെട്ടു. വേറെ ടാക്സി ആയിട്ട് വരുന്ന നിങ്ങളുടെ എല്ലാവരും പലരും ജീവൻ രക്ഷപ്പെട്ടു. ഇല്ല, ഇതിന്റെ അടിയിൽ പെട്ടെന്ന് ജീവൻ മാത്രമല്ല കാറുകളും പെടൂലേ. ഒരു 4-5 വണ്ടികളൊക്കെ ഞങ്ങൾ വണ്ടി പെട്ടിട്ടുണ്ട്. ഇതിന്റെ അടിയിലാണെങ്കിൽ ഒരു 5ഓളം ടാക്സികൾ പെട്ടുണ്ടാവും, ആൾക്കാർ പെട്ടുണ്ടാവും. ജീവിതമാർഗം തന്നെ വഴിമുട്ടും. ഇപ്പൊ തന്നെ വഴിമുട്ടിയില്ല. ഇതാണ് ഒന്ന് അന്ന് ചെയ്താണ്. അന്ന് എന്തെങ്കിലും മാറ്റിയത് ഞങ്ങളാണ്. കുറച്ച് മരങ്ങളൊക്കെ മാറ്റിയിട്ട് കുറച്ച് അപ്പുറത്ത് കൊണ്ട് ഇട്ടത്. എന്നിട്ട് ഞങ്ങൾ 2-3 വണ്ടിക്ക് ഷെഡ് നിർത്താൻ വേണ്ടി ഞങ്ങൾ ഇവിടെ ചെയ്തു. ഇതുവരെ മാറ്റിയിട്ടില്ല. ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. എത്രയും പെട്ടെന്ന് മാറ്റി കഴിഞ്ഞിട്ട് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്താൽ അത്രയും ഉപകാരമായി. ഇപ്പം നമ്മുടെ കാര്യം ഇപ്പോൾ ഒന്നും എടുക്കുന്നില്ല. എന്നാലും ഇത് പാലക്കാട് ഇതേ ഭാഗത്തുള്ള ഒരു സ്റ്റാൻഡാണത്. നിങ്ങൾക്ക് ടാക്സി അസോസിയേഷൻ ഉണ്ടോ? ടാക്സി ഉണ്ട് പറഞ്ഞാൽ KTD ഉണ്ട്. ഞങ്ങളുടെ അസോസിയേഷൻ ഉണ്ട്. അവരൊന്നും ഇടപെട്ടിട്ടില്ല. അതിപ്പോൾ മുനിസിപ്പാലിറ്റി റെയിൽവേ ഇടപെടേണ്ടത്. അതെ, റെയിൽവേ ആണെങ്കിലും നമ്മുടെ അസോസിയേഷൻ അവർക്ക് കത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒരു അപേക്ഷ കൊടുക്കുക കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. ഇത് കുറച്ച് ഈ മരങ്ങൾ മാറ്റി അസോസിയേഷൻ സജീവമല്ല. അതാണ് ഇപ്പോൾ ഇത്രയും പ്രശ്നമായിട്ട് നിൽക്കുന്നത്. ടാക്സി സ്റ്റാൻഡിലെ മരത്തടികൾ മാറ്റിയില്ല. ടാക്സികൾ റോഡിൽ. ഗതാഗതക്കുരുക്ക് രൂക്ഷം. പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ ടാക്സി സ്റ്റാൻഡിൽ മഴയത്ത് മറഞ്ഞു വീണ മരം മുറിച്ചിട്ടെങ്കിലും തടികൾ മാറ്റാത്തതിനാലും പൊട്ടിപ്പൊളിഞ്ഞ മേൽക്കൂര മാറ്റാത്തതിനാലും തങ്ങളുടെ വാഹനങ്ങൾ റോഡരികിൽ നിർത്തേണ്ട ഗതികേടാണെന്ന് ടാക്സി ഡ്രൈവർമാർ പരാതിപ്പെടുന്നു. 60 വർഷത്തിലധികം പഴക്കമുള്ളതാണ് പാലക്കാട്ടെ ഈ ഏക ടാക്സി സ്റ്റാൻഡ്. ചെളി നിറഞ്ഞും ടോയ്ലറ്റ് സൗകര്യമില്ലാതെയും അഭിസാരികമാരുടെ ശല്യവുമായാണ് ഇപ്പോൾ ടാക്സി സ്റ്റാൻഡ് ഉള്ളത്. അഭിസാരികമാരെക്കുറിച്ച് പരാതി പറഞ്ഞെങ്കിലും വനിതാ പോലീസ് അടക്കം പരാതി എടുത്തില്ലെന്ന് ഡ്രൈവർമാർ പറഞ്ഞു. റോഡിൻ്റെ 25% റോഡിലേക്ക് കയറിയാണ് ടാക്സികൾ നിർത്തിയിരിക്കുന്നത്. മറുവശത്ത് മറ്റു വാഹനങ്ങളും പാർക്ക് ചെയ്യുന്നതോടെ യന്ത്രക്കോവണി പരിസരം ഗതാഗതക്കുരുക്കിൽ പെടുന്നത് സ്ഥിരം കാഴ്ചയാണെന്ന് ടാക്സി ഡ്രൈവർമാരായ മുഹമ്മദ് ഇബ്രാഹിമും രവീന്ദ്രനും പറയുന്നു. മരത്തടികൾ എത്രയും വേഗം എടുത്തുമാറ്റി ടാക്സി സ്റ്റാൻഡ് പുനർനിർമ്മിക്കുക, ടോയ്ലറ്റ് സൗകര്യം ഏർപ്പെടുത്തുക, അഭിസാരികമാരെ ആട്ടിപ്പായിക്കുക എന്നീ ആവശ്യങ്ങളാണ് ടാക്സി ഡ്രൈവർമാരും നാട്ടുകാരും ഉന്നയിക്കുന്നത്. എത്രയും വേഗം ഇത് നടപ്പാക്കേണ്ടത് അനിവാര്യമാണ്. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലെയാവില്ല. ടോപ്പ് ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക. ടോപ്പ് ഇൻ ടൗൺ പാലക്കാട് മുനിസിപ്പൽ സ്റ്റാൻഡ് വന്ന ടാക്സി സ്റ്റാൻഡിന് ഒരു സ്റ്റാൻഡ് മാത്രമേ ഇവിടെയുള്ളൂ. പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഒരു 60 കൊല്ലം പഴക്കമുള്ള സ്റ്റാൻഡാണിത്. ഇതിൽ 10-30 വണ്ടിക്കാർ ജീവിച്ചു പോകുന്ന ഒരു സ്ഥലമാണ്. ഇതിലിപ്പോൾ മരങ്ങൾ വീണിട്ടും വെള്ളം വന്നാലും മഴ പെയ്താൽ വെള്ളം കയറിയിട്ടും ഇവിടെ നിൽക്കാനോ ഒന്നിനും പറ്റാത്തൊരു സാഹചര്യമായിരിക്കുകയാണ്. ഇപ്പോൾ റെയിൽവേൻ്റെ ഭാഗത്തുനിന്ന് മരം വീണിട്ട് ഇപ്പോൾ 1 മാസത്തോളമായി. അതൊന്ന് മാറ്റി തരുവാനോ ഇവിടെ ഒരു ഷീറ്റ് മേഞ്ഞ് തരാനോ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. മുനിസിപ്പാലിറ്റിയോടും പലയിടത്തും പറയുന്നുണ്ട് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ. അതിലൊന്നും ഇതുവരെ സംഭവിക്കുന്നില്ല, നടത്തി തരുന്നുമില്ല. ഇന്ന് ചെയ്യാം നാളെ ചെയ്യാൻ പറയാതെ ഒന്നും ഇതിൽ നടക്കുന്നില്ല. നമുക്കിവിടെ നിൽക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. ഒരു കറണ്ടില്ല, ഒരു ലൈറ്റില്ല, ഒരു ബാത്റൂമും സൗകര്യങ്ങളില്ല. 40-40 കുടുംബത്തിൻ്റെ ജീവൻ പെടുന്നാണ് കിട്ടുന്നത്. ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇവിടെ വരുന്നത്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിൽക്കണം. വളരെ ബുദ്ധിമുട്ടിച്ചിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. വളരെ ബുദ്ധിമുട്ടാണ്. അത് ഉടനടി അധികാരപ്പെട്ടവർ കണ്ടതിന് എന്താ ഒരു നടപടി സ്വീകരിക്കണമെന്ന് വിനയമായി അപേക്ഷിക്കുന്നു. ഇപ്പോൾ ഈ മരം വീണിട്ട് ഇത്രയായി ഷീറ്റും ഇല്ല. അപ്പോൾ വണ്ടി
ഇപ്പം നമ്മൾ റോഡിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്യേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. റോഡിലാണ് റോഡിന്റെ പകുതി ഭാഗങ്ങളിലാണ് കയറി നിൽക്കുന്നത്. മഴ പെയ്താൽ കാലിവിടെ കുത്താൻ പറ്റില്ല, അത്രയും ചളിയാണ്. മഴ പെയ്താൽ നല്ല ചളി. ഇപ്പോൾ ഈ മരം വീണു, ഈ ഷീറ്റൊക്കെ കേട് വന്ന കാരണം ഇപ്പോൾ നമ്മുടെ വണ്ടികളൊക്കെ റോഡിന്റെ സൈഡിൽ നിർത്തേണ്ടി വരികയാണ്. 25% കയറിയിട്ട് ഇപ്പം നിൽക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് പോകാനും തൊഴിൽ ചെയ്യാനും വളരെ ബുദ്ധിമുട്ടുണ്ട്. അത് കൂടി മേലധികാരികൾ കണ്ട് ഇതിനൊരു നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു.